ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്വിസ് അതിൻ്റെ റിസൾട്ടാണ്, വിന്നറിനെ പ്രഖ്യാപിക്കണം. അതിന് മുമ്പ് നമുക്ക് 1 by 1 ആയിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഓരോന്ന് പോകാം. സോ നമുക്ക് 1 by 1 ആയിട്ട് പോകാം. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിച്ച് വൺ ഈസ് കറക്റ്റ്, എ ഓർ ബി ഓപ്ഷൻ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഷീ ഈസ് വർക്കിംഗ് സിൻസ് 2015, അല്ലെങ്കിൽ ഷീ ഹാസ് ബീൻ, ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഷീ ഹാസ് ബീൻ വർക്കിംഗ് സിൻസ് 2015 എന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആൻസർ ഈസ് ദ ഓപ്ഷൻ ബി. കാരണം നമ്മൾ ടൈമോട് ഉപയോഗിക്കുക. കാരണം ടൈമോട് ഉപയോഗിക്കുമ്പോഴത്തേന് ഞാൻ ഓൾറെഡി എൻ്റെ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, ഷീ ഹാസ് ബീൻ വർക്കിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഷീ ഈസ് വർക്കിംഗ് എന്ന് പറയുമ്പോൾ ടൈം ഇല്ലെങ്കിൽ നമ്മൾ ഷീ ഈസ് വർക്കിംഗ് പറയണം. ടൈമോട് വന്നു കഴിഞ്ഞാൽ ഷീ ഹാസ് ബീൻ വർക്കിംഗ് സിൻസ് 2015 എന്ന് വേണം പറയാൻ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിച്ച് വൺ ഈസ് കറക്റ്റ്. അഗെയിൻ ഓപ്ഷൻ എയും ബിയും. I have taught grammar yesterday and I have taught grammar just now. അപ്പോൾ അത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ഓപ്ഷൻ ഏതാണെന്ന് പറയാം. അതിൻ്റെ ഐ ഹാവ് ടോട്ട് ഗ്രാമർ എസ്റ്റർഡേ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പ്രകാരം നമുക്കൊരു പോയിന്റ് ഓഫ് ടൈം മെൻഷൻ ചെയ്യാൻ പറ്റില്ല, ഡ്യൂറേഷനെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ടുഡേ ഐ ഹാവ് ടോട്ട് ഗ്രാമർ ടുഡേ, അല്ലെങ്കിൽ ദിസ് മന്ത്, ദിസ് ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. എസ്റ്റർഡേ എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് ടൈം ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സെൻറ്റൻസിൽ ഹാസ് ഹാവിന് ശേഷം വേർബിന് തേർഡ് ഫോം വരുന്നിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നൗ എന്നുള്ള ഓപ്ഷൻ, ഞാനിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, ഐ ഹാവ് ടോട്ട് ഗ്രാമർ ജസ്റ്റ് നൗ, ഞാനിപ്പോൾ കണ്ടതില്ല, ഐ ഹാവ് സീൻ ഹെർ ജസ്റ്റ് നൗ. അപ്പം അങ്ങനെ ജസ്റ്റ് നൗ എന്ന് പറഞ്ഞ് ഹാസ് ഹാവിനോട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ടുഡേ, ദിസ് മന്ത്, ദിസ് ഇയർ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഹാസ് ഹാവൻ പ്ലസ് വിത്ത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനോട് ഉപയോഗിക്കുന്നത്. സോ നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഹാവ് യു ഡാഷ് എന്ന് കൊടുത്തിട്ട് ദ മെഡിസിൻ എന്നാണ് കൊടുത്തിരുന്നത്. അവിടെ ഓപ്ഷൻ കൊടുത്തിരുന്നത് ഓപ്ഷൻ എ ടേക്ക്, ഓപ്ഷൻ ബി ടേക്കൺ ആണ് കൊടുത്തിരിക്കുന്നത്, ഓപ്ഷൻ സി അതിൻ്റെ ബാക്കിയുള്ള 5 ഫോംസ് ആണ് നമ്മൾ ഓപ്ഷൻ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ടേക്ക്, ടുക്ക്, ടേക്സ്, നിങ്ങൾക്കറിയാം ടുക്ക്, ടേക്കൺ അങ്ങനെ പോകുന്നത്, അതിൻ്റെ 5 ഫോംസ് ടേക്കിങ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഹാവിന് ശേഷം ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മുമ്പേ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് മുമ്പേ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ഫോമാറ്റാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആക്കിയത്. ഹാവ് യു വരുമ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പം അതിന് ശേഷം വേർബിൻ്റെ തേർഡ് ഫോമേ ഉപയോഗിക്കാവൂ. സോ ടേക്കിൻ്റെ തേർഡ് ഫോം ടേക്കൺ ആണ്. സോ ഹാവ് യു ടുക്കോ, ടേക്സോ, ടേക്കിങ്ങോ ഒന്നും വരില്ല. അതിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഹാവ് യു ടേക്കൺ ദ മെഡിസിൻ എന്ന് തന്നെ പറയണം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ടേക്ക്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 4 വരുന്നത്, അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഷീ കൊടുത്തേക്കുന്നു നോട്ട് വർക്ക് എന്നായിരുന്നു കൊടുത്തിരിക്കുന്നത്, ഡാഷ് ഇട്ട് കൊടുത്തിരിക്കുകയായിരുന്നു. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു. അവിടെ നമ്മൾ ഡൂവിൻ്റെ 5 വേർബ് ഫോംസ് ആയിരുന്നു കൊടുത്തിരുന്നത്. ഡു, ഡസ്, ഡിഡ്, അതുപോലെ ഹാസ്, ഹാവ് കൊടുത്തിരുന്നത്. അവിടെ ശ്രദ്ധിക്കണം, അവിടെ എ ഓപ്ഷൻ ഡിഡ് ആണ്, ബി ഓപ്ഷൻ ഡസ് ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ, ഇതിൻ്റെ ആൻസേഴ്സ് വരുമ്പം നമുക്ക് ഷീ ഡസ് നോട്ട് വർക്ക് എന്ന് സിമ്പിൾ പ്രസന്റ് പ്രകാരം പറയാം. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് ഞാൻ ഇട്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വർക്ക് ചെയ്തില്ല എന്ന് പാസ്റ്റ് പറയാം, ഷീ ഡിഡ് നോട്ട് വർക്ക് എന്നും പറയാം. ബട്ട് നമുക്ക് ഷീ ഡു നോ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഷീ ഹാസ് നോട്ട് വർക്ക് എന്ന് പറയാൻ പറ്റില്ല. ഷീ ഹാസ് ഹാവും പറയാൻ പറ്റില്ല. സോ ദ ആൻസർ ഈസ്, ഇവിടെ 2 ഓപ്ഷൻസ് ആണ് ആൻസേഴ്സ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഓപ്ഷനും ബി ഓപ്ഷനും ഈ ആൻസറിന് കറക്റ്റ് ആണ്. കാരണം ഒന്ന് പ്രസന്റ് പ്രകാരം കറക്റ്റ് ആക്കാം, ഒന്ന് പാസ്റ്റ് പ്രകാരം കറക്റ്റ് ആക്കാം. സോ 4th ക്വസ്റ്റ്യൻ്റെ ആൻസർ എയും ബിയും ഓപ്ഷൻ ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 5, അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ചൂസ് ദ കറക്റ്റ് സെന്റൻസ് സ്ട്രക്ചേഴ്സ്. അതിൻ്റെ അകത്ത് ഓപ്ഷൻ നമ്മൾ കൊടുത്തിരുന്നത് ഞാൻ ഓൾറെഡി പഠിപ്പിച്ച ക്ലാസ് ആയിരുന്നു. മൈ മദർ ഈസ് 50 years old എന്ന് പറയുന്ന ഓപ്ഷൻ ശ്രദ്ധിക്കുകയാണ്. ഞാൻ കുറച്ചേറെ ഓപ്ഷൻസ് കൊടുത്തായിരുന്നു, അതിൽ എയും ആനും ഒക്കെ പറയുന്നുണ്ട്. ഒരിക്കലും 50 years എന്ന് വരുമ്പോഴത്തേന് നമ്മൾ എയും ആനോ പ്ലേസ് ചെയ്യാൻ പാടില്ല. സോ മൈ മദർ ഈസ് 15 years old എന്നൊരു ഓപ്ഷൻ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അത് ഓപ്ഷൻ ബി ആണ് ആൻസർ. അതേപോലെ തന്നെ കൂടാതെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സെൻറ്റൻസ് കൂടെ വേണമെങ്കിൽ കറക്റ്റ് ആക്കാം. അപ്പോൾ നമുക്ക് മൈ മദർ ഈസ് 50 years old എന്ന് പറയുന്നതാണ് ഏറ്റവും അക്കാഡമിക് സെൻറ്റൻസ്. മൈ മദർ ഈസ് 50 എന്ന് പറയുന്ന സെൻറ്റൻസ് അതിനകത്ത് കറക്റ്റ് ആക്കാൻ പറ്റും. സോ ഞങ്ങൾ ഇവിടെ എടുക്കുന്നത് ഓപ്ഷൻ ബി തന്നെ. സോ ദ ആൻസർ ഈസ് മൈ മദർ ഈസ് 50 years old. So question number 6. I stay with my family. Fill in the blank, fill up ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനോട് തന്നെ ക്രിസ്മസ് ആയിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രിസ്മസ് ഓർക്കണം, ക്രിസ്മസിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഗ്യാപ്പിലാണ്, ഇടയ്ക്ക് ഒരു ടിപ്പോടെ കയറിപ്പോട്ടെ. കൂടാതെ തന്നെ ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെയുള്ള സ്പെഷ്യൽ ഹോളിഡേയ്സ് ഒക്കെ നമുക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും അവിടെ ഉപയോഗിക്കുന്നത് അറ്റാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോ ഇവിടെ എ ഇന്നും ബി ഓപ്ഷൻ അറ്റും ആയിരുന്നു. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി
at. Okay, നമുക്ക് നോക്കേണ്ടത് അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ചൂസ് ദ കറക്റ്റ് സെന്റൻസ് സ്ട്രക്ചേഴ്സ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഹാവ് യു ഹാഡ് ഫുഡ് ആയിരുന്നു. അതുപോലെ ബി ഓപ്ഷൻ വന്നത് ഡിഡ് യു ഹാവ് ഫുഡ് ആണ്. സി ഓപ്ഷൻ വന്നത് ഡു യു ഹാവ് ഫുഡ് ആണ്. ലാസ്റ്റ് ഒരു ഡെസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൽ ഒരിക്കലും വരില്ല, ഓപ്ഷൻ ഒരിക്കലും വരില്ല. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ ഹാവ് യു ഹാഡ് എന്ന് പറയുന്ന കാറ്റഗറി കറക്റ്റ് ആണ്. ഹാവ് യു ഹാഡ് ഹാൻഡ് വേർബിന്റെ തേർഡ് ഫോം പ്രസന്റ് പെർഫെക്റ്റ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഹാവ് യു ഹാഡ് ഫുഡ് എന്ന് വെച്ചാൽ നീ ഫുഡ് കഴിച്ചു തന്നെ മീനിങ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ഓപ്ഷൻ എ ദ ആൻസർ ഈസ് കറക്റ്റ് ആണ്. ആൻഡ് ദ ഓപ്ഷൻ ബി അഗെയിൻ കുറച്ച് കൺഫ്യൂസിങ്. ഡിഡ് യു ഹാവ് ഫുഡ് എന്ന് ചോദിച്ചാൽ സെയിം ആണ്, മീനിങ് വ്യത്യാസമില്ല, നീ ഫുഡ് കഴിച്ചു എന്നാ. ഒന്ന് പ്രസന്റ് പെർഫെക്റ്റ് ചോദിച്ചെന്ന് മാത്രം, ഒന്ന് സിമ്പിൾ പാസ്റ്റ് പ്രകാരം ചോദിച്ചു എന്ന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം ഡിഡ് യു ഹാവ് ഫുഡ് യെസ്റ്റർഡേ, നീ ഇന്നലെ ഫുഡ് കഴിച്ചു എന്ന ചോദ്യത്തിനാണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് ഡിഡ് യു ഹാവ് ഫുഡ് യെസ്റ്റർഡേ എന്നാണ്. ബട്ട് ഒരിക്കലും ഹാവ് യു ഹാഡ് ഫുഡ് യെസ്റ്റർഡേ എന്ന് ചോദിക്കാൻ പറ്റില്ല, നിങ്ങൾ ഓർക്കണം. ബട്ട് ഇവിടെ ടൈം ഇല്ല, നമുക്ക് ടൈം വെച്ചിട്ട് ടൈം ഇല്ല, നമുക്ക് നീ ഫുഡ് കഴിച്ചെന്ന കാറ്റഗറി ആണെങ്കിൽ ഹാവ് യു ഹാഡ് ഫുഡ് എന്ന് പറയാൻ പറ്റും. ഞാനിപ്പോൾ ഫുഡ് കഴിച്ചതേ ഉള്ളൂ, ഐ ഹാവ് ഹാഡ്, ഒരിക്കലും ഐ ഹാഡ് ഫുഡ് എന്ന് പറയില്ല, ഐ ഹാവ് ഹാഡ് ഫുഡ് എന്നാണ് പറയേണ്ടത്. ജസ്റ്റ് ആണ് കാറ്റഗറി പറയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയറൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നത്. അതുപോലെ ഡു യു ഹാവ് ഫുഡ്, നീ സിമ്പിൾ പ്രസന്റ് പറഞ്ഞു ഫുഡ് കഴിക്കാറുണ്ടോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിലും സിമ്പിൾ പ്രസന്റ് പ്രകാരം ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. സോ ഓപ്ഷൻ എയും ബിയും സി എന്ന കാറ്റഗറിയും ഇവിടെ ഏകദേശം 3 ടെൻസിലായിട്ട് നിർത്തിയിരിക്കും ഞാൻ. അപ്പോൾ ആ ടെൻസിൻ്റെ ഒരു ക്ലാരിറ്റി ഞാൻ പലപ്പോഴും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു പോയിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് നമ്മൾ എയും ബിയും കൺസിഡർ ചെയ്തെടുക്കുന്നു. സി എന്ന ഓപ്ഷനും സിമ്പിൾ പ്രസന്റ് പ്രകാരം പറയാവുന്നതാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 8, വിച്ച് വൺ ഈസ് കറക്റ്റ്? അതായത് ഷീ ഹാസ് എ ഓപ്ഷൻ ഇതായിരുന്നു, ഷീ ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഷീ ഹാസ് ഹൈപ്പർ ടെൻഷൻ ഫോർ ദ ലാസ്റ്റ് 10 yearsഉം ഷീ ഹാസ് ഹൈപ്പർ ടെൻഷൻ ഫോർ ദ ലാസ്റ്റ് 10 yearsഉം. ശ്രദ്ധിക്കേണ്ടത് ടൈം ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് മാത്രമാണെങ്കിൽ ഷീ ഹാസ് ഹൈപ്പർ ടെൻഷൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ ഞാൻ ടൈമോട് കൊടുത്തിട്ടുണ്ട്. സോ അപ്പം നമ്മൾ എന്തിലോട്ട് നിങ്ങൾ അക്കാഡമിക് സെന്റൻസ് വരുമ്പോൾ അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റിലോട്ട് മാറണം. ഷീ ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ ഫോർ ദ ലാസ്റ്റ് 10 years എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതിന് കാരണം ടൈം വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഷീ ഹാസ് ഹാളിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നേരത്തെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് എൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ പോയിട്ടുണ്ട്, നിങ്ങൾ കാണണം. ആ വീഡിയോസിൻ്റെ അകത്തെല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. So the answer is option B. She has had hypertension for the last 10 years. So question number 9. They have been working. Fill up option again. 2 weeks എന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് അത് മിക്ക സ്റ്റുഡൻസിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കാണ്. സിൻസ് ആണോ ഫോർ ആണെന്ന് കൃത്യമായിട്ട് എവിടെ ഉപയോഗിക്കണമെന്ന് അവർക്കറിയില്ല. അതായത് നമ്മൾ ഈ പീരീഡ് ഓഫ് ടൈം വരുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? ഫോർ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സോ ഹിയർ ദ ആൻസർ ഈസ്, നിങ്ങൾ സിൻസ് ആണ് പോയിന്റ് ഓഫ് ഇപ്പോൾ ഒരു 1997 ആണ് വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇയറാണ് വന്നിരുന്നെങ്കിൽ, ഒരു സിൻസ് എസ്റ്റർഡേ എന്ന കാറ്റഗറി ആണെങ്കിൽ, അങ്ങനെ ഒരു കുറച്ച് പോയിന്റ് ഓഫ് ടൈം ഓപ്ഷൻ ആണെങ്കിൽ 2 PM എന്ന രീതിയിലാണെങ്കിൽ മാത്രമേ ഇവിടെ സിൻസ് വരുള്ളൂ. അവിടെ എപ്പോഴും ഫോർ 2 months ആണ്, ഇവിടെ 2 weeks എന്നാണ് പറയുന്നത്. സോ ഡ്യൂറേഷൻ ആണ് 2 week എന്നാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി 4 ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ഡ്യൂറേഷൻ എപ്പോൾ വരുന്നു അവിടെ എല്ലാം നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? 4 എന്നുള്ള ഓപ്ഷൻ വേണം ഉപയോഗിക്കാൻ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 4. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് വിച്ച് വൺ ഈസ് കറക്റ്റ് എന്ന ഓപ്ഷൻ, അതിൻ്റെ എ ഓപ്ഷൻ ഷീ ഹാഡ് ടു ടേക്ക്. അതായത് ഹാർട്ടിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഷീ ഹാഡ് ടു, ഞാൻ ടേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു, ടേക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓപ്ഷൻ സി ഞാൻ കൊടുത്തിരുന്നത് ഷീ ഹാഡ് ടു ടേക്ക് ആണ്. അപ്പോൾ നോക്കണം, അവിടെ സെൻറ്റൻസ് സ്ട്രക്ചർ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. സബ്ജക്ട് പ്ലസ് ഹാഡ് ടുവിന് ശേഷം വേർബിൻ്റെ ബേസ് ഫോമാണ് V1 ആണ് വരുന്നത്. ഒരിക്കലും S1 ടേക്സ് വരില്ല, ടേക്കണും വരില്ല. അപ്പം സ്ട്രക്ചർ ഒന്ന് ക്ലിയർ ആയിട്ട്, നിങ്ങൾ സെൻറ്റൻസ് സ്ട്രക്ചർ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റൻസ് നിങ്ങൾക്ക് തെറ്റില്ല. അപ്പോൾ അത് ഓർക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ക്വിസ് നടത്തിയത് പോലും, എനിക്ക് ഇച്ചിരി ഒന്ന് മനസ്സിലാകാൻ വേണ്ടി, എൻ്റെ ക്ലാസ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് ചെയ്തത് പോലും. അപ്പോൾ ഓപ്ഷൻ ഈസ്, the answer is option C. She had to take the medicine. ഓക്കെ, അപ്പം നമ്മൾ ഇനിയുള്ള സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ വിന്നറിനെ പ്രഖ്യാപിക്കാൻ പോവാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ കുറേ പേര് ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി. കാരണം കുറച്ച് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ കമൻറ്റായിട്ട് എഴുതുന്നില്ല, കുറച്ച് പേര് വാട്സാപ്പിലൊക്കെ മെസ്സേജ് ചെയ്തിരുന്നു. ഐ എം സോ ഹാപ്പി. എങ്കിൽ പോലും അവർ ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ കമൻറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതുപോലുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ക്വിസുകൾ നമ്മൾ ഇനി ക്വിസ് കോമ്പറ്റീഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾക്ക് അത് റിഫ്രഷ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് കാരണം ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പഠിച്ചതെല്ലാം കൂടെ ഒന്നുകൂടെ റീകളക്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് അത് ഫോളോ ചെയ്യുന്നു, ഒരുപാട് പേര് വീഡിയോസ് ഇഷ്ടപ്പെടുന്നു, ഒരുപാട് സന്തോഷം. സോ നമുക്ക് വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോവാണ്. വിന്നറിനെ ഞാൻ കമ്പയർ ചെയ്ത് കുറേ എല്ലാ ദിവസവും ഞാനിങ്ങനെ നിങ്ങളുടെ കമൻറ്റ് വരുമ്പോൾ ജസ്റ്റ് എടുത്ത് നോക്കും. അപ്പോൾ ചില ആൻസേഴ്സ് അതൊന്ന് കറക്റ്റ് ആയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത്, നമ്മുടെ ആൻസർ കൃത്യമായിട്ട് കറക്റ്റ് രീതിയിൽ പറഞ്ഞവരിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പേര് അനൗൺസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യണം, എനിക്കൊന്ന് വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്.
സോ നമ്മൾ നമ്മുടെ വിന്നറെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ കോമ്പറ്റീഷന് 2 ആഴ്ച ഉണ്ടായിരുന്നു, സമയം ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് നമ്മൾ വിന്നറിനെ കണ്ടെത്തിയിരിക്കുന്നത് ദ വിന്നർ ഈസ് സനീഷ് സേവ്യർ. വിന്നറിന്റെ പേര് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പം സനീഷ് സേവ്യർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ വിളിക്കുക കേട്ടോ. നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ്, സംസാരിക്കുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ സനീഷോട്ട് നമ്മൾ പ്രൊസീജിയർ പോകുന്നതാണ്. ഓക്കെ, സോ ഓർക്കേണ്ടത് എനിക്ക് തോന്നുന്നു നമ്മുടെ ABC എന്ന ഓപ്ഷനിലൂടെ സനീഷ് ഉത്തരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സനീഷിനെ. സോ സനീഷ് വളരെ കൃത്യമായിട്ട് ഓരോ ആൻസർ നോക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് നമുക്ക് ആൻസർ നോക്കുമ്പോൾ അറിയാം. കാരണം ഈ കുറച്ച് പേരൊക്കെ A to 1 to 9 B എന്ന ഓപ്ഷൻ, C എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇടയ്ക്കൊരു ടെസ്റ്റ് പോലെ ചെറിയ ഒരു 2-3 ഓപ്ഷനോട് ചിലർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രിക്കിയാണ്. സോ ആൻസർ കറക്റ്റ് ചെയ്തിരിക്കുന്ന സനീഷാണ്. സനീഷ് വീഡിയോസ് കാണുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. കണ്ടതുകൊണ്ടാണ് മാത്രമാണ് ഈ കറക്റ്റ് ആൻസർ ക്ലിയർ ആക്കാൻ പറ്റിയത്. സോ നമ്മൾ സനീഷോടെ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മുടെ വിന്നർ ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നതാണ്. നിങ്ങൾ കണ്ടക്ട് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.